13ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. MTയുടെ സ്മരണാർത്ഥം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയായ MT നിളയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് അരങ്ങേറിയത്. അതിജീവനത്തിന്റെ കഥ പറഞ്ഞ വെള്ളാർമല സ്കൂളിലെ നൃത്താവിഷ്കാരം കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട നൃത്തപരിപാടി വിവാദത്തിൽ GCDAയുടെ ഭാഗത്തുനിന്നും ജാഗ്രത കുറവുണ്ടായെന്ന് സമ്മതിച്ച ചെയർമാൻ K ചന്ദ്രൻപിള്ള സംഘാടനത്തിൽ വീഴ്ചയുണ്ടായെന്ന് GCDA എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തി. തുടർന്ന് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. MLAയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. എന്നാൽ അപകടനില തരണം ചെയ്തിട്ടില്ലാത്തതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള ചികിത്സ തുടരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. താനൂരിൽ മുഖ്യമന്ത്രി ലീഗിനെതിരെ പറഞ്ഞത് അറം പറ്റിയതുപോലെ. ലീഗിനെതിരെ എല്ലാവരുമായി കൂട്ടുകൂടിയാണ് ജയിച്ചതെന്ന് താനൂർ MLA ആണ് 2 ദിവസം മുൻപ് പറഞ്ഞത്. LDFന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും ലീഗിന് മതേതര കാഴ്ചപ്പാടിൽ വിട്ടുവീഴ്ചയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ പരാജയം അന്വേഷിച്ച കമ്മീഷനെ പരിഹസിച്ച് K മുരളീധരൻ. എല്ലാ ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങൾ കമ്മീഷനെ വെക്കാറുണ്ട്. അതിന്റെ ഭാഗമായി ഒരു കമ്മീഷനെ വെച്ചു, അത്രയേ ഉള്ളൂ എന്നായിരുന്നു K മുരളീധരന്റെ പരിഹാസം. തൃശൂർ DCC പ്രസിഡന്റ് ഉണ്ടായിട്ടും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ എന്നും മുരളീധരൻ പരിഹസിച്ചു. കണ്ണപുരത്തെ DYFI പ്രവർത്തകനായിരുന്ന റിജിത്തിന്റെ കൊലപാതകത്തിൽ 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. RSS BJP പ്രവർത്തകരായ പ്രതികളെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരെന്ന് വിധിച്ചത്. ഈ മാസം 7-നാണ് കേസിൽ വിധി പറയുക. MLA ഉമാ തോമസ് വീണു പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവാത്ത നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗായത്രി വർഷ. അത്രയും ഉയരത്തിൽ നിന്ന് വീണു പരിക്കേറ്റ സ്ത്രീയെ കാണാനോ വിഷയത്തിൽ പ്രതികരിക്കാനോ ദിവ്യ ഉണ്ണി തയ്യാറാകാത്തതിലാണ് ഗായത്രി വർഷയുടെ വിമർശനം. വിഷയത്തിൽ ദുഃഖമറിയിക്കാൻ പോലും സാധിക്കുന്നില്ലെങ്കിൽ കേരള സമൂഹം എത്രയധികം താഴേക്ക് പോയി എന്നും ഗായത്രി ചോദിച്ചു. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിക്കുന്നത് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ തള്ളി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്ത്. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമാണെന്നും അതിൽ മാറ്റം വരുത്തണോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ബഹിരാകാശ ശാസ്ത്രരംഗത്ത് മറ്റൊരു നാഴികക്കല്ലുമായി ISRO. ബഹിരാകാശത്തെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ദൗത്യം റോക്കറ്റിൽ ഘടിപ്പിച്ച റോബോട്ടിക് ആം വിജയകരമായി പൂർത്തിയാക്കി. സ്പാഡക്സ് പേടകം വഹിച്ച PSLV റോക്കറ്റിന്റെ ഭാഗമായിരുന്നു റോബോട്ടിക് ആം എന്ന യന്ത്രക്കൈ മാലിന്യം പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ISRO പുറത്തുവിട്ടിട്ടുണ്ട്. കോളേജുകളിലെ ജാതി വിവേചനം ഗുരുതരമായ പ്രശ്നമാണെന്നും അവ അവസാനിപ്പിക്കണമെന്നും സുപ്രീം കോടതി. വിഷയത്തിൽ തങ്ങൾ ഇടപെടാൻ തയ്യാറാണെന്നും കൃത്യമായ മാനദണ്ഡങ്ങളും നിയമങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു. തെലങ്കാനയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റൽ ശുചിമുറിയിൽ ഒളിക്യാമറ കണ്ടെത്തിയ സംഭവത്തിൽ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഇവരുടെ പക്കൽ നിന്നും 9 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ചൈനയിലെ ഹ്യൂമൻ മെറ്റന്യൂമ വൈറസ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്നും വ്യാപനത്തെ നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വൈറസ് വ്യാപനം റിപ്പോർട്ടുകൾ ചൈന നിഷേധിച്ചു. ശൈത്യകാലത്തെ സാധാരണ അണുബാധ മാത്രമാണിതെന്നും മുൻവർഷത്തെ അപേക്ഷിച്ച് ശ്വാസകോശ അണുബാധ കുറവാണെന്നുമാണ് ചൈനയുടെ വിശദീകരണം.